കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നാട്ടിൽ നിരവധി പകർച്ചവ്യാധികളുണ്ട്, പുതിയതായി വന്ന പകർച്ചവ്യാധികളുണ്ട്. ഇതൊക്കെ പലരിലേക്കും വ്യാപിക്കുന്ന ഘട്ടമുണ്ട്, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആശങ്കാജനകമാണ് ഈ സാഹചര്യം. അപ്പം ഈ നിലവിലെ രീതിയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും കൂടി പങ്കാളികളാക്കി മുന്നോട്ട് പോകാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. ഏകാരോഗ്യ രീതിയിൽ മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ച് ഡോക്ടർ SS ലാലിന്റെ ഹൈ പവർ കമ്മിറ്റി ശുപാർശ വരുന്നു. ആരോഗ്യ വകുപ്പിന്റെ പോർട്ടൽ ജനങ്ങൾക്ക് വേണ്ടി സുതാര്യമാക്കും. അടുത്ത 3 മാസത്തേക്ക് തുടർച്ചയുള്ള ശുചീകരണ പരിപാടികളും ബോധവൽക്കരണങ്ങളും സംഘടിപ്പിക്കും. അതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ ഹൈ പവർ കമ്മിറ്റി അംഗങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേർന്നത്. ദേവൻ, ഈ ഹൈ പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ കേട്ട നിർദ്ദേശങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ശ്രമകരമാകില്ലേ? എങ്ങനെയാണ് ആരോഗ്യ വകുപ്പിന്റെ നീക്കങ്ങൾ? തീർച്ചയായും സേതു, അതായത് ഈ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് സർക്കാർ സംവിധാനങ്ങളുടെ കയ്യിൽ നിന്നും അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അത്തരമൊരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ആയിരിക്കുന്നത്. 4 ഘട്ടമായിട്ടാണ്, അല്ലെങ്കിൽ 4 തലത്തിലാണ് ഈ ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപീകരണം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി. അതിനുശേഷം ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വരുന്നു. മൂന്നാമതായി അതായത് ജില്ലാ കളക്ടർമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയും 4 സൂപ്രണ്ടുമാരുടെ, മെഡിക്കൽ കോളേജിലെയും സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയും. അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വലിയ ഒരു സമിതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രൂപീകരണം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിൽ ഈ പനിയുടെ എല്ലാം തന്നെയും ആധിക്യം വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് സേതു പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഏകാരോഗ്യ രീതിയിലായിരിക്കും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളും, അത് അലോപ്പതിയും ഒപ്പം തന്നെ ഹോമിയോയും ആയുർവേദവും മാത്രമല്ല, അത് വിവിധ വകുപ്പുകളുടെ കൂടി ഏകോപനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മൃഗസംരക്ഷണം, വനം, കൃഷി, തദ്ദേശം, ഇത്തരം വകുപ്പുകളുടെ കൂടി ഏകോപനം ഈ ഒരു രോഗപ്രതിരോധത്തിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പല അസുഖങ്ങളും അല്ലെങ്കിൽ പല പകർച്ചവ്യാധികളും എല്ലാം തന്നെ പടർന്നു പിടിക്കുന്നത് മൃഗങ്ങളിൽ നിന്നുള്ള ചില വൈറസുകളും അത്തരമുള്ള മൃഗങ്ങളുമായിട്ടുള്ള ഈ കർഷകരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. മറ്റൊന്ന്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏകാരോഗ്യ സംവിധാനം, അത്തരം ഒരു മോഡൽ ഓഫ് ഓപ്പറേഷൻ, അങ്ങനെ ഒരു സംവിധാനം വേണമെന്നുള്ളൊരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഹൈപ്പവർ കമ്മിറ്റി തീരുമാനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം, അല്ലെങ്കിൽ അങ്ങനെ വകുപ്പുകളുടെ ഒരു ഏകോപനം കൂടി നടത്തിക്കൊണ്ട് ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഈ ഹൈപ്പവർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഹൈപ്പവർ കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിന്റെ ശരിയായ ദിശയിലാണ് പോകുന്നത്. മറ്റ് ഈ ആരോഗ്യവകുപ്പ് തന്നെ ഇത്തരമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഈ രോഗവിവരങ്ങളുടെ കണക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ആരോഗ്യവകുപ്പ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ പുറപ്പെടുവിക്കും. അത് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാവുന്ന തരത്തിൽ തന്നെയായിരിക്കും. മറിച്ച് വരുന്ന വാർത്തകളും അല്ലെങ്കിൽ ആളുകളെ പരിഭ്രാന്തരാക്കുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരം വാർത്തകളെല്ലാം തന്നെ വ്യാജമാണെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ എല്ലാ ദിവസവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പൊതുജനങ്ങളുമായി നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് വകുപ്പിന്റെ തീരുമാനം. മാത്രമല്ല, അടുത്ത 3 മാസത്തേക്കുള്ള തുടർച്ചയായിട്ടുള്ള ശുചീകരണ പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും കൂടി ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മീഡിയ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും, ജില്ലാ തലത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യം വിലയിരുത്തും. അതായത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് കൂടുതൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട്.